ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. നമുക്കിന്ന് ഇവിടെ ഒരു എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അടിപൊളി ടേസ്റ്റാണ്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. സവാള പൊടിയായി അരിഞ്ഞത്, പച്ചമുളക്, മല്ലിയില, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതാണ്. വെളിച്ചെണ്ണ ചീനച്ചട്ടിയിൽ ഒഴിക്കുക. അതൊന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആഡ് ചെയ്യുക. അതൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സവാളയും അതിലേക്കിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റി കിട്ടണം. എന്നാലേ അതിൻ്റെ ഒരു പച്ചപ്പ് മണമൊക്കെ പോയാലേ അതൊരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്കിനി നമുക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഗരം മസാല ചെറിയ സ്പൂണ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല കുറച്ച് ഒരു 1/2 ടീസ്പൂൺ, അധികമായൊരു കുത്തലുണ്ടാവും മസാലപ്പൊടിയുടെ. ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് ചിക്കി കൊടുക്കാം. മൊത്തത്തിലൊന്ന് ചിക്കി ഒന്ന് ഡ്രൈ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഒരു ബ്രെഡ് വെച്ച് അതിലേക്ക് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളത്തിൽ നനച്ച് കൊടുക്കണം. സൈഡൊക്കെ അതൊന്ന് ഒട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നല്ലതുപോലെ ഒട്ടി നിന്നോളും. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഗീ ആഡ് ചെയ്ത് അതിലേക്ക് തവയിലേക്ക് വെച്ച് കൊടുത്ത ഇപ്പുറം മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. വൈകുന്നേരത്തെ സ്നാക്സിനൊക്കെ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാം. നല്ലതാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.